പേരും വരും, തങ്ങളെ വിശ്വാസമുള്ളവരൊക്കെ വരും. തങ്ങളെ വിശ്വാസമുള്ളവര് വന്ന് തൗബ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏത്? സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുടെ സ്ഥലം. കുരുവട്ടൂരി നൗഷാദിൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ സ്ഥിരം വഞ്ചിച്ച് പരിചയമുള്ള നൗഷാദ് മുമ്പിലിരിക്കുന്ന ആളുകളെ വീണ്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം CH മുസ്തഫ എന്ന് പറഞ്ഞ മൗലവി കുരുവട്ടൂർ കോട്ടയിൽ വന്നത് തൗബ ചെല്ലാനാണ്. അങ്ങനെ തൗബ ചെല്ലി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. അപ്പോൾ ആരോ ചോദിച്ച അയാളോട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൗബ ചെല്ലിക്കണം അവിടെ ചെന്നിട്ട്, നിങ്ങളവിടെ ഈ പറഞ്ഞ മടവൂർ കൂട്ടർ പോയത് തൗബ ചെല്ലാനാണോ? ഉടനെ ഇയാളുടെ മറുപടി, ഞാൻ തൗബ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് എൻ്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അകമ്പുരുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ആശയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, യഹിയൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് എനിക്ക് തൗബ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അകമ്പുരുൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നൗഷാദ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെയല്ല, അയാൾ മുമ്പ് ഏത് ആശയത്തിലാണോ ഉള്ളത് അതേ ആശയത്തിൽ തന്നെ എപ്പോഴുള്ളത്. അല്ലാതെ കോട്ടയിൽ കടന്ന് യഹിയൽ ബുഖാരിയുടെ കൈമൽ കാലുമേലും പിയ്യാങ്കുത്ത് ചുംബിച്ചിട്ട് അവിടെ കിടന്ന് തൗബ ചെല്ലുന്ന പരിപാടിയല്ല നടന്നത്. പിന്നെ നൗഷാദ് പറയുന്നത് എന്താണ്? ഇയാൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു വന്നതാണ്. മനസ്സിലായില്ല? തങ്ങളോട് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണോ? തങ്ങളോട് നേരിട്ട് ചോദിക്കൂല, തങ്ങൾ അടുപ്പുള്ള ഒരാളോട്. എനിക്ക് തങ്ങൾ അവരുകളെ ഒന്ന് കാണണം. സയ്യിദ് യഹിയൽ ബുഖാരി ആത്മീയമായി ഇന്ന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന വലിയൊരു സയ്യിദാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സയ്യിദ് അവരുകളെ ഒന്ന് കാണണം, അവരെ കൈയൊന്ന് പിടിക്കണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അത് നിരാകരിക്കുന്ന ആളല്ല ആര്? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. കേട്ടില്ലേ? മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്താ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ CH മുസ്തഫ എന്ന് പറഞ്ഞ ആള് ആവർത്തിച്ച് യഹിയൽ ബുഖാരിയുടെ കൈയൊന്ന് ചുംബിക്കണം, കാക്കലൊന്ന് വീണിട്ട് സുജൂദ് ചെയ്യണം, വിജാങ്കുത്ത് നക്കിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് യഹിയൽ ബുഖാരിയോട് സമ്മതം ചോദിച്ച് വന്നതാണ്. ബുഖാരിയോടല്ല, യഹിയൽ ബുഖാരിയുടെ മറ്റാരോ ആരോടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവങ്ങനെ വിഷാവതരിപ്പിക്കുമ്പോൾ മുമ്പിലുള്ള ആൾക്കാർ വിചാരിക്കൽ എന്താണ്? CH മുസ്തഫ ഒരുപാട് കെഞ്ചിയപ്പോൾ എന്നാണ് പോരടോ എന്ന് പറഞ്ഞിട്ട് ആക്കിയതാണ് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഉണ്ടായത്. എന്താണെന്ന് CH മുസ്തഫ പറയുന്നുണ്ട്, കേട്ടോക്കി. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള യഹിയൽ ബുഖാരി എന്ന വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു സൂഫി ആചാര്യനുണ്ട്. അദ്ദേഹം കാസർഗോഡാണ്. അപ്പം അദ്ദേഹം എന്നെ കുറേയായി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. കുറേയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 6 മാസം മുമ്പ് ഞാനവിടെ പോകേണ്ടതായിരുന്നു, പക്ഷേ ചില കാരണങ്ങളാൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് 1-ാം തീയതി ഒഴിവുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ ഈ CH മുസ്തഫ മൗലവി എന്ന് പറഞ്ഞ ആളെ നിരന്തരം യഹിയൽ ബുഖാരി അങ്ങോട്ട് ക്ഷണിക്കാറുണ്ട്, പോകാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോഴാണ് യഹിയൽ ബുഖാരിയുടെ ശിഷ്യനാന്ന് പറഞ്ഞൊരു ചങ്ങായിനെ പരിചയമുണ്ട്. ആ ചങ്ങായി ചോദിച്ചതെന്ന് നമുക്കൊന്ന് പോയി നോക്കിയല്ലോ ചോദിച്ചു, 1-ാം തീയതി പോകല്ലോ ചോദിച്ചു. അങ്ങനെ പോയതാ. ഇവർ പറഞ്ഞ നേരെ തിരിച്ചാണ്. അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിഷേധിക്കണില്ല, പോന്നോട്ടെ, അങ്ങനെ നിഷേധിക്കുന്ന ആളല്ല, വേണ്ടാന്ന് പറഞ്ഞ ആളല്ല ബുഖാരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച്. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് ഇതാണ് എന്ന് CH മുസ്തഫ അൽ മൗലവി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇതാണ് കുരുവട്ടൂരെ അവസ്ഥ. സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുവട്ടൂരിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനി വൈരുദ്ധ്യങ്ങളുടെ കലവറാണ്. ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുക. പ്രമാണങ്ങളിലൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തും. വെറും തുള്ളലും ചാടലും ലജ്ജാവതി കളിക്കലുമായി മാത്രം അവശേഷിക്കുക. എന്നിട്ട് ഷെയ്ഖ് മുമ്പിൽ ചാടുക, ഷെയ്ഖിനെ തന്നെ ഷെയ്ഖി കുരുവട്ടൂരി വലിയുള്ള എന്ന് പറയുക. എന്നിട്ട് മുരീദുകളും ഷെയ്ഖുകളും ഇങ്ങനെ തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനെ ത്വരീഖത്ത് എന്ന് പറയാം. ഇതാണോ ഇതിന് ഗുണ്ടാ ഗ്യാങ് എന്നല്ല പറയേണ്ടത്, ത്വരീഖത്ത് എന്നാണോ? സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി.
ഈ ഷേഖ് തന്നെ തൊള്ളി തോന്നി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും ചെയ്യും. അതാണ് പറയുന്നത്, ഷേഖിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരമില്ല. അത് ന്യായീകരിക്കാൻ വേണ്ടി പടുജാഹിലീങ്ങളായ നൗഷാദിനെ പോലത്തെ ആൾക്കാർ കുറച്ച് ഇറങ്ങി തിരിച്ചു എന്ന് മാത്രം.